ഹലോ ഫ്രണ്ട്സ്, അലീനയും മനുവിൻ്റെ നാളത്തെ വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കുക. അങ്ങനെ നമ്മുടെ ശരണയും അമ്മയും ഷാജിയെല്ലാം വന്ന് വളരെ നല്ല രീതിയിൽ വന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി. അവർക്ക് നല്ലൊരു അഭിപ്രായമാണ്. നമ്മൾ ലാസ്റ്റ് കണ്ടതല്ലേ. അപ്പോൾ അതിനുശേഷം നമ്മുടെ അലീന കുളിയെല്ലാം കഴിഞ്ഞിട്ട് താഴോട്ട് ഇറങ്ങണം. അടുക്കളയിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും ആ ബബിത അവിടെ നിൽക്കണം. ബബിത ചോദിക്കും, എന്താ എങ്ങോട്ട് പോകാമെന്ന് ചോദിക്കും. അല്ല, ഞാൻ അടുക്കളയിലോട്ടൊന്ന് വരുന്നത്. എന്തിന്? ഇവിടെ വരേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ചെയ്യാനേ അവിടെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഭയങ്കര രീതിയിൽ കെയറിങ് ചെയ്തുകൊണ്ടിരിക്കാം. പനി കുറഞ്ഞിട്ടൊന്നുമില്ല. പനി കുറഞ്ഞിട്ടൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതി. അവിടെ റൂമിൽ പോയി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങളങ്ങോട്ട് കൊണ്ടുവരത്തില്ലെന്ന് ചോദിക്കും. അപ്പം അത് പറഞ്ഞാൽ കൃഷ്ണമള വരുമ്പോഴത്തേക്ക് എന്താ ചോദിക്കുക. ഓ വേണ്ട, പനി കഴിഞ്ഞിട്ട് ഒരാൾ ഇറങ്ങിയെന്ന് ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അപ്പം പനി കഴിഞ്ഞ് ഇറങ്ങിയോ? ഇല്ല മോളെ, എൻ്റെ പനിയെല്ലാം കുറഞ്ഞ്. ചേച്ചിയുടെ പനി കുറഞ്ഞോ ഇല്ലയെന്ന് ഞങ്ങൾക്കറിയാമല്ലോ. ചേച്ചി കുറച്ച് കുറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വന്ന് അടുക്കളയിൽ കയറാനുള്ള പരിപാടിയില്ല. അത് വേണ്ട, ഇവിടെ ഞങ്ങളുണ്ട്. ചേച്ചി മര്യാദയ്ക്ക് പോയിരിക്കും. എന്തിനാ ഞാൻ ഇതിൻ്റെ പുറകെ നടക്കുന്നത്? ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങളിപ്പോൾ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത് പറയുമ്പോൾ, അല്ല ഞാനിപ്പം പനിയെല്ലാം കുറഞ്ഞിട്ട് പുറത്തിറങ്ങുക. കാരണം ഞാൻ എനിക്ക് വല്ലതും ചെയ്യേണ്ട വെച്ചിറങ്ങി എനിക്കിങ്ങനെ റൂമിൻ്റെ അകത്ത് തന്നെ അടച്ച് കിടക്കാൻ പറ്റത്തില്ല മോളെന്ന് പറയുമ്പോഴത്തേക്ക്, ഇത് പനി കുറയുന്നവരല്ലേ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് വന്ന് ചെയ്തോ, അതിപ്പോൾ എന്നാ കുഴപ്പമൊന്നുമില്ല, ഇപ്പം അങ്ങോട്ട് ചെല്ലും. അല്ല, ഞാൻ പനിയെല്ലാം കുറച്ച് കുളി കഴിഞ്ഞിട്ട് ഇറങ്ങിയതാന്ന് പറഞ്ഞാൽ കുളിച്ചെന്നോ? പനി ഉള്ളപ്പോൾ തന്നെ കുളിക്കുമ്പോഴത്തേക്ക് തലയിൽ വെള്ളം നിന്ന് കഴിഞ്ഞാൽ പിന്നെ പനി കൂടാനുള്ള ചാൻസ് അല്ലേ. പിന്നെ ഞങ്ങൾ തന്നെ കഷ്ടപ്പെടണ്ടേ? എന്തേ കാണിക്കുന്നത്? ചേച്ചി എന്തേ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? മര്യാദയ്ക്ക് റൂമിൽ പോയി തോർത്തെടുത്ത് തലയൊക്കെ തുടച്ച് നല്ല രീതിയിൽ അവിടെ ഇരിക്കും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഞങ്ങൾ വിളിച്ചോളാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വന്നാൽ മതി. ഫുഡും കാര്യങ്ങളും മരുന്നും കാര്യങ്ങളെല്ലാം ഞങ്ങൾ അവിടെ എത്തിക്കാം എന്ന് പറയണം. പിന്നെ ഇവരെ ഈ പ്രവൃത്തിയെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. പിന്നെ പിള്ളേരെ എങ്ങനെ പണി കഴിപ്പിക്കുന്നുള്ളൊരു ചിന്താഗതിയുണ്ട് നമ്മുടെ അലീനയ്ക്കും. അത് ഇനി അടുത്ത സീൻ കാണിക്കുന്നുണ്ട്. നമ്മുടെ അലീന വൈജയുടെ റൂമിൽ ചെല്ലുമ്പോഴത്തേക്കും വൈജ എന്തൊരാവശ്യത്തിന് ചെല്ലാണ്. അപ്പോൾ വൈജ കയറി ചെല്ലുമ്പോഴത്തേക്ക് ചോദിക്കുന്നുണ്ട്, നിനക്ക് പനിയും കുരുവൊക്കെ ആണെന്ന് പറയുന്നത് കേട്ടായിരുന്നല്ലോ, എന്താ ഈ കാര്യങ്ങൾ? കാരണം നിൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കാനും വേണ്ടി ഇരിക്കുമായിരുന്നു ഞാൻ, നീ വന്നത് നന്നായെന്ന് പറയാം. എന്താ മേഡം ചോദിക്കുക. പിന്നെ നീ ഇവിടെ തങ്ങും തന്നെ ഒരു അധികപ്പറ്റ. അതുകൂടാതെ നീ ഈ ശരണ്യയും അവളുടെ ഫാമിലി എല്ലാവരും ഇവിടെ കൂട്ടി വരുന്നുള്ളൂ. എന്തിൻ്റെ കാര്യം? നിനക്ക് എന്നാത്തിൻ്റെ അസുഖമാണെന്ന് പറഞ്ഞു ചോദിച്ചു. അവൾ കാരണം എൻ്റെ മോൻ 30 ദിവസം ജയിലിൽ കിടന്നത്. അതൊന്നും നിനക്ക് ഓർമ്മയില്ലേ? നിനക്ക് എന്നാത്തിൻ്റെ കേടാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മേഡം എന്തിനിങ്ങനെ പറയുന്നത്? ആ കൊച്ചു കാരണം കൊണ്ടല്ല രോഹിത് രക്ഷപ്പെട്ടെന്ന്. അവൾ ഒറ്റയൊരുത്തി കാരണം കൊണ്ടാണ് എൻ്റെ മോൻ അകത്തായത്. അവൾക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു, എൻ്റെ മോൻ്റെ പേര് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു. അത് ഞാൻ സമ്മതിക്കത്തില്ല. മേലാൽ അവളെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. മാത്രമല്ല നിന്നെ ഞാൻ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൊണ്ടുണ്ടടി, കുറച്ച് ദിവസത്തിനുള്ളിൽ നിന്നെ ഇവിടെ അടിച്ചിറക്കാനുള്ള പരിപാടി ഉണ്ട്. മേഡം, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഞാൻ നിങ്ങളുടെ അമ്മേനെ നോക്കാൻ വന്ന അവിടെ നിന്ന് നോക്കിയിട്ട് അവർക്കെല്ലാം ഇഷ്ടപ്പെട്ട് ഇങ്ങോട്ടും ആക്കി. ഇവിടെ വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് എന്താ ഉപദ്രവം ചെയ്യുന്നത്? ഇപ്പം തന്നെ ബബിതയായിട്ട് എല്ലാവരും എന്നെ സ്നേഹിക്കുന്നുണ്ട്. രോഹിതായിട്ട് എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ആരോടും ഒന്നും തെറ്റ് ചെയ്തിട്ടില്ല. മേഡം എന്നെ ഇങ്ങനെ കൂടുതൽ ഉപദ്രവിക്കരുത് മേഡം. മേഡം ആ കാരണം കൊണ്ട് ഞാനിവിടെ വേദന അനുഭവിക്കുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഒരിക്കൽ മേഡം എന്നെ ചൊല്ലി കരയും. എന്നെ ചൊല്ലി ഞാനിവിടുന്ന് പോകും. കാരണം മേഡം ഇങ്ങനെ എന്നെ അടിച്ചിറക്കണ്ട, അതിൻ്റെ മുമ്പ് ഞാൻ പോകും. പക്ഷേ ഒരു ദിവസം ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ ആരും വന്നില്ലെങ്കിൽ പോലും എന്നെ തേടി മേഡം വരും. മേഡം വന്നിട്ട് എൻ്റെ മുമ്പിൽ നിന്ന് കരയും, എന്നോട് അപേക്ഷിക്കുന്നു. നിന്നോട് അപേക്ഷിക്കുന്നു? നീ എന്താണ് ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, അതെ, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ സിറ്റുവേഷൻ. ഞാൻ ഇതിനെക്കുറിച്ചൊന്നും ഇപ്പം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മേഡം അന്ന് പറയും. പക്ഷേ അന്ന് മേഡത്തിന് മുമ്പേ തിരിച്ചു വരാനോ മേഡം പറയുന്നത് കേൾക്കാനോ ഒന്നും ചിലപ്പം എന്നെ കൊണ്ടായെന്ന് വരുന്നില്ല. അതുപോലെ ആയിരിക്കും എൻ്റെ സിറ്റുവേഷൻ. അതുകൊണ്ട് മേഡം ഒന്ന് ആലോചിക്കുന്ന നല്ലതാ എന്നോട് സംസാരിക്കുന്നതും. നീ എന്നെ ഭീഷണിപ്പെടുത്തണം. നീ കാരണം കൊണ്ട് ഇപ്പം എൻ്റെ കെട്ടിയവൻ, നിൻ്റെ പുറകെ നീ പറയുന്നതിനകത്ത് വാലാട്ടി നടക്കുന്ന എൻ്റെ കെട്ടിയവനുണ്ടല്ലോ, എൻ്റെ കെട്ടിയവൻ അയാളുടെ മകളാണെന്നല്ലേ പറയുന്നത്. ആര് കണ്ട് അവിഹിതമാണോ അല്ലെങ്കിൽ സ്വന്തം മോളാണോ എന്നൊക്കെ ആരുണ്ട്? ആവശ്യമില്ലാതെ പറയുന്നു. ആവശ്യമില്ലാതൊന്നല്ല. നീ എന്ത് കൈവശം കൊടുത്തിട്ടാടി എൻ്റെ മക്കളെയും തൻ്റെ ബബിത, രോഹിത്, കൃഷ്ണമോളും അവളുടെ അപ്പനും ഓൾറെഡി മാറി നിൽക്കുക. ഇവരെല്ലാം നിൻ്റെ സെറ്റിൽ നേർന്ന് നിൽക്കാൻ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? ഞാനും മേഡത്തിനോടൊന്നും ചെയ്തില്ല എന്ന് പറയാം. എന്നോട് തെറ്റിയതില്ല. പക്ഷേ ഇവരെല്ലാം ഇപ്പം നിനക്കിപ്പോൾ ഉണ്ണാനും ഉറങ്ങാനും എല്ലാം അവരെല്ലാം കാര്യങ്ങളും ചെയ്തിരുന്നു. ഞാനിപ്പോൾ വയ്യാണ്ടായിട്ട് ഇത്ര ദിവസമായി എനിക്ക് ഒന്ന് വിളമ്പിത്തരാനോ എൻ്റെ കാര്യങ്ങൾ നോക്കാനോ ആരുമില്ല. ഞാൻ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം കാരണക്കാർ നീ തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് പറയുക, മേലാൽ നീ എൻ്റെ അടുത്ത് വരരുത്, ഈ റൂമിൽ കയറി പോരുത് എന്നൊക്കെ പറഞ്ഞ് ആട്ടി ഓടിച്ച് വിടുകയാണ്. അപ്പം ഇത് കഴിഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ
വൈജു ഫോൺ എടുക്കുക. വൈജു ഫോൺ എടുത്തിട്ട് നമ്മുടെ കമലയെ വിളിക്കണം. കമലയെ വിളിച്ചിട്ട് പറയാം, കമലയെടുത്തി ഇതുവെല്ലാം കാണുന്നുണ്ട്, കമലയെടുത്തിക്ക് ഇങ്ങോട്ടൊന്ന് വന്നാൽ എന്നാ കമലയെടുത്തി. കാരണം എന്ന് കഴിഞ്ഞാൽ ഞാനിവിടെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ, കാണുന്നുണ്ട്. ഇവിടെ എൻ്റെ കൂടെ നിന്ന് എൻ്റെ മക്കൾ പറയും എനിക്കിതിൽ തിരിഞ്ഞു, രോഹിത്തും ബബിതയിൽ നിന്ന്. ബബിതയോ? ബബിത, അവളും തിരിഞ്ഞു. അവളും ഇപ്പം കൈവശക്കാരുടെ കൂടെയാണ്. അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഇപ്പം എന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കാരണം കൊണ്ടാണ് അവർക്ക് എന്തോ ബുദ്ധിമുട്ടുള്ളത്. ഇപ്പം ഈ കുടുംബത്തിൽ ഞാൻ ഒറ്റപ്പെട്ടതും ബാക്കി എല്ലാവരും സെറ്റായി നിന്ന്. ആദ്യം അവളായിരുന്നു ഒറ്റപ്പെട്ട് നിന്നത്, ഇപ്പം ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. എൻ്റെ മക്കൾ വരെ എനിക്കെതിരെ തിരിഞ്ഞു. ചേച്ചിക്ക് ഇങ്ങോട്ട് വന്നാൽ എന്നാന്ന് ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെ വരാനാ എടി വൈജയ്? കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ നിൻ്റെ മകനോട് ഒരുമിച്ച് ജയിലിലായിരുന്നു. എൻ്റെ മകൻ ജയിലിലും നിൻ്റെ മകനിപ്പം പുറത്തിറങ്ങുകയും ചെയ്തു. അപ്പം നിൻ്റെ മകനെ കാണുമ്പോൾ എനിക്ക് അതിൻ്റെതായിട്ടുള്ള വിഷമങ്ങളും കാര്യങ്ങളും വരത്തില്ലേ? അപ്പം ഞാൻ അതുകൊണ്ട് എനിക്ക് അവനെ ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാന്ന് പറയുമ്പോഴത്തേക്ക് അത് കൂടാതെ വേറൊരു വിശേഷം കൂടെ നടന്നിവിടെ. ശരണി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ശരണിയും ഫാമിലി എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. പറയുമ്പോൾ ആയിരുന്നോ? അയ്യോ, അങ്ങനെ ആയിരുന്നെങ്കിൽ എങ്ങനെയും പറഞ്ഞ് എൻ്റെ മോനെ കൂടി പുറത്തിറക്കാൻ വേണ്ടി പറയാമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, ചേച്ചി എന്തേ പറയുന്നത്? ചേച്ചി അവൾ കാരണം കൊണ്ടല്ലേ നമ്മുടെ മക്കളെല്ലാം അകത്തായത്, പിന്നെ തന്നെ നമ്മൾ അവളോട് അപേക്ഷിക്കുന്ന പറഞ്ഞാൽ അല്ല, അവൾ മുഖേന അലീന പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മകനെ പുറത്താകും എന്ന് പറയുമ്പോഴത്തേക്ക് ചേച്ചിക്ക് വേറെ പണിയൊന്നുമില്ല. അവൾ നമ്മളെ കുരുക്കിലാക്കാൻ നോക്കുകയാണ്. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് അറിയത്തില്ല. അവൾ ഈ ഫാമിലി കയറ്റിയിട്ടുണ്ട്. ഇനി ഫാമിലിയോടെ മുഴുവൻ ജയിലിലാകുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് അവളുടെ കാര്യം ഒന്ന് പറയാം. എനിക്ക് അവളെ അടിച്ചിറക്കിക്കൊള്ളുന്നുണ്ട്. ഇവിടെ എൻ്റെ മക്കൾ എനിക്കെതിരെ തന്നിട്ടുണ്ട്. ഈ അഴിഞ്ഞാട്ടക്കാരി അലീനെ എനിക്കെതിരെ, അലീനെ സെറ്റ് ചെയ്യുന്ന എല്ലാവരും കൂടി ചേർന്ന് എന്നെ ഇവിടെ നിർത്തിയേക്കാണ്. അതുകൊണ്ട് ഒറ്റയ്ക്ക് നിർത്തിയേക്കാണ്. ഞാൻ ഇനിയിപ്പം ഇവളെ അടിച്ചിറക്കാൻ കൂടുതൽ താമസമില്ല, ഇവിടെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാനുള്ള പരിപാടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഫോൺ പോകും. അടുത്ത സീൻ കാണിക്കുന്നുണ്ട് നമ്മുടെ അലീന നേരെ അടുക്കളയിലോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, എന്താ ഇറങ്ങാറ് മതി നിങ്ങളുടെ ഭരണങ്ങളെല്ലാം മതി. കാരണം ഇനി എക്സാം എടുക്കുക, ഇനിയിപ്പം ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഇറങ്ങിക്കോ. ഇനി മേലാൽ നിങ്ങളുടെ പരിപാടി ഇവിടെ നടക്കത്തില്ല. എക്സാമൊക്കെ ആയാലും എല്ലാവരും ചെന്നിട്ട് പഠിക്കാൻ നോക്കും, ഞാൻ ഇവിടെ നോക്കിക്കോളാം, ഇവിടെ ചേച്ചിയുണ്ട്, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് രണ്ടെണ്ണത്തിന് ഇറക്കി വിടുവാണ്. ഇനി നിങ്ങൾ നോക്കിയോ, നിങ്ങൾ പോയി പഠിക്കുക, ഞാൻ ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത് തന്നെ അവരെല്ലാം ഇറങ്ങി പോയി കഴിയുമ്പോഴത്തേക്ക് അടുത്ത് അലീനയ്ക്കൊരു കോൾ വരുവാണ്. നമ്മുടെ രേവതിക്കുട്ടിയാണ് വിളിക്കുക. രേവതിക്കുട്ടി വിളിച്ചിട്ട് പറയാനുണ്ട്, ചേച്ചി എന്നാണ്ട് വിശേഷം എന്ന് പറഞ്ഞാൽ പനിയൊക്കെ കുറഞ്ഞോ എന്നൊക്കെ. പനിയൊക്കെ കുറഞ്ഞതാണ്, ഇപ്പം ഞാൻ അടുക്കളയിൽ കയറിയതുള്ളൂ മോളെ, അവർക്കെല്ലാം എക്സാമൊക്കെ ആണ്. ഇനിയിപ്പം ഞാൻ മാറി നിന്ന് കഴിഞ്ഞാൽ അവരെ പിള്ളേർ പരീക്ഷയ്ക്ക് തോറ്റു പോകും. അതുകൊണ്ട് ഞാൻ കയറിയിട്ടുണ്ട്. ഇനിയിപ്പം കൂടുതൽ താമസിക്കാതെ കാര്യങ്ങളെല്ലാം സെറ്റാക്കി കൊടുക്കണം, അല്ലെങ്കിൽ പിള്ളേരുടെ പഠിത്തം കാര്യങ്ങളെല്ലാം ബാധിക്കും എന്നൊക്കെ പറയണം ചേച്ചി. പിന്നെ ഞാൻ വിളിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിന്നിമോളെ ദത്തെടുക്കാൻ വേണ്ടി ഒരാൾ വരുന്നുണ്ട്. അതിൻ്റെ ഡിപ്രഷനിലൊക്കെയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യുമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണിപ്പം നമ്മൾ ലാസ്റ്റ് കാണുന്ന സീന്. കാത്തിരുന്ന് തന്നെ കാണാം. നമുക്ക് നാളെ രാവിലെ ഫുൾ വിശേഷമായിട്ട് എത്തുന്നുണ്ട്. അതിനാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.